ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ശബ്ദ സൗന്ദര്യമുണ്ട്. ചില ഭാഷകൾക്ക് ആ ശബ്ദം തന്നെ ഭാഷയാണ്. അത്തരം ഭാഷയാണ് ചൈനീസ്. ഇവിടെ വാക്കുകൾക്ക് മാത്രമല്ല, ശബ്ദത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും, അതായത് ടോൺ തന്നെയാണ് അർത്ഥം നിർണ്ണയിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും നാം ടോൺ ഉപയോഗിക്കുന്നത് പ്രധാനമായും ഇമോഷൻ കാണിക്കാനാണ്. പക്ഷേ ചൈനീസിൽ അതൊരു ഫീലിംഗ് അല്ല, ഇമോഷൻ അല്ല, അത് മീനിങ് തന്നെയാണ്. ഒരു ചെറിയ ശബ്ദം പോലും അർത്ഥം പൂർണ്ണമായി മാറ്റും. അതുതന്നെയാണ് ചൈനീസ് ഭാഷയുടെ സൗന്ദര്യവും. ഒരു ശബ്ദം, പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങൾ. ചൈനീസ് ഭാഷ ടോണൽ ലാംഗ്വേജ് ആണെന്ന് നാം പറയുമ്പോൾ അത് പറയുന്നത് ഒരുതരം ശാസ്ത്ര സത്യമാണ്. ഇവിടെ ഒരു വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ സ്വരവ്യത്യാസം അനുസരിച്ച് മാറും. ചൈനീസിൽ ആകെ 5 ടോണുകളുണ്ട്. 4 പ്രധാന ടോണുകളും ഒരു ന്യൂട്രൽ ടോണും. നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. ഫസ്റ്റ് ടോൺ. ഇത് ഒരു സ്റ്റഡി, ഫ്ലാറ്റ്, ഹൈ പിച്ച് ടോണാണ്. ശബ്ദം ഉയർന്ന നിലയിൽ തന്നെയായിരിക്കും. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവില്ല. ഒരു പാട്ടിലെ നീണ്ട നോട്ട് പോലെ ശബ്ദം ഒരേ ലെവലിൽ തന്നെ നിൽക്കും. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഒരുപാട് ഉയരത്തിൽ നിന്ന് സമതലമായി നീളണം. അതായത് ഹൈ പിച്ചിൽ നിന്ന് ഫ്ലാറ്റായി നീളണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹാർമോണിയത്തിൽ ഒരു കീ അടിച്ച് അതേ സ്വരത്തിൽ പാടുന്ന പോലെ. അതുതന്നെയാണ് ഫസ്റ്റ് ടോൺ. സെക്കൻഡ് ടോൺ, അതായത് റൈസിംഗ് ടോൺ. ഇത് ചോദ്യം ചോദിക്കുന്ന ഒരു ശബ്ദം പോലെയാണ്. ശബ്ദം മിഡ് ലെവലിൽ തുടങ്ങും, പിന്നെ ഉയരും. നമ്മൾ മലയാളത്തിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സ്വരം കയറും അല്ലേ? അതുപോലെ ശബ്ദം മധ്യത്തിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് ഉയരും. തേർഡ് ടോൺ, അല്ലെങ്കിൽ ഫാളിംഗ് ആൻഡ് റൈസിംഗ് ടോൺ. ഇത് ഒരു കോംപ്ലക്സ് ടോണാണ്. ആദ്യം താഴ്ന്ന് പിന്നെ അല്പം ഉയരുന്നു. ഈ ടോണിൽ ഒരു കർവ് ഉണ്ട്. മധ്യത്തിൽ നിന്ന് താഴേക്ക് വീണ് വീണ്ടും മൃദുവായി ഉയരുന്ന ശബ്ദം. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോണാണ് ഇത്. ശബ്ദം ആദ്യം താഴുകയും പിന്നെ അല്പം ഉയരുകയും ചെയ്യണം. ഫോർത്ത് ടോൺ. ഇത് ഫാളിംഗ് ടോണാണ്. ശബ്ദം ഹൈ പിച്ചിൽ നിന്ന് കുത്തനെ താഴുന്നു, പെട്ടെന്ന് ഒരു കമാൻഡ് പോലെ. ഈ ടോണിൽ ശബ്ദം ഉയർന്നതിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വീഴുന്നത് കൊണ്ട് അത് വേർഡ്സിന് പവർ, എംഫസിസ് ആൻഡ് ഇമോഷൻ നൽകുന്നു. ഫിഫ്ത്ത് ടോൺ, അതായത് ന്യൂട്രൽ ടോൺ. ഇത് ഏറ്റവും ശാന്തമായൊരു ടോണാണ്. പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ലൈറ്റ് സൗണ്ട്, അതായത് നിസ്സാരമായ ശബ്ദം. സോഫ്റ്റ് ആൻഡ് ഷോർട്ട് പ്രൊനൗൺസിയേഷൻ. ഈ ടോണിന് ഫിക്സ്ഡ് പിച്ചില്ല. അതായത് മുൻ വാക്കിൻ്റെ ടോൺ അനുസരിച്ച് ന്യൂട്രൽ ടോണിൻ്റെ പിച്ച് സ്വാഭാവികമായും മാറും. ഇതാണ് ചൈനീസ് ഭാഷയിലെ 4 പ്രധാന ടോണുകളും ഒരു ന്യൂട്രൽ ടോണും. ഓരോ വാക്കിനും ഒരു സ്വരമുണ്ട്. ഓരോ സ്വരത്തിനും ഒരു അർത്ഥമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ചൈനീസ് ഭാഷ നിങ്ങൾക്കായി ഒരു സംഗീതം പോലെ തന്നെ തോന്നും. ടോൺ ചൈനീസ് ഭാഷയുടെ ശാസ്ത്രവും കലയും മാത്രമല്ല, അത് അവരുടെ സംസ്കാരത്തിൻ്റെ ശബ്ദവുമാണ്. അവർ സംസാരിക്കുമ്പോൾ ആ ഭാഷയിൽ സംഗീതം ഒഴുകുന്നു. അത് ചരിത്രത്തിൻ്റെ, ആത്മാവിൻ്റെ, മനുഷ്യബന്ധത്തിൻ്റെ സംഗീതമാവാം. ചൈനയിൽ കുഞ്ഞുങ്ങൾ പോലും തങ്ങളുടെ ബാല്യകാലത്ത് ഈ പിച്ചുകൾ കേട്ടുകൊണ്ട് വളരുന്നു. അവർക്ക് ടോൺ നാച്ചുറലായി മനസ്സിലാകും. പക്ഷേ നോൺ നേറ്റീവ് ലേണേഴ്സിന് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ചൈനീസിൻ്റെ ബ്യൂട്ടി അതിൻ്റെ മ്യൂസിക്കൽ സ്ട്രക്ചറാണ്. ഓരോ വാക്കും ഒരു നോട്ട് പോലെ, ഓരോ സെൻറ്റൻസും ഒരു മെലഡി പോലെ.
അതുകൊണ്ട് തന്നെ ചൈനീസ് പഠിക്കുന്നത് വെറും ഭാഷ പഠിക്കൽ മാത്രമല്ല, അതൊരു സൗണ്ട് ആർട്ട് പഠിക്കലാണ്. ടോൺ ലേണിംഗ് ഒരു എക്സസൈസ് പോലെയാണ്. ഇത് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും സമയമെടുക്കും. ടോൺ പഠിക്കുന്നത് ആദ്യം ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ പ്രാക്ടീസിലൂടെ അത് നമ്മുടെ നാച്ചുറൽ സ്പീച്ച് റിതമിലേക്ക് കടക്കും. മാ 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 മാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈച്ചിയൻ.